Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ മറ്റൊരു സ്മാർട്ട് ഫോൺ ആണ്. ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആയ ഇൻഫിനിക്സ് Hot 12 Play ആണ്. അപ്പോൾ ഇത് വീണ്ടും ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുത്താനാണ് ഇൻഫിനിക്സ് ഈ ഡിവൈസിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് 6000 mAh ബാറ്ററി ഉണ്ട്, USB Type-C ചാർജിങ് പോർട്ട് ഉണ്ട്, അതേപോലെ യൂണിസോക്കറ്റ് T610 ഒക്ടോ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില നമ്മൾ ആക്ച്വലി നമുക്ക് ഈ അൺബോക്സിങ് ചെയ്യുമ്പോൾ അറിയില്ല. പ്രോബ്ലി ഒരു 8500 അല്ലെങ്കിൽ 9000 രൂപയ്ക്ക് താഴെയാണെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ പ്രോബ്ലി ചിലപ്പോൾ 8999 ആയിരിക്കാം, അല്ലെങ്കിൽ 8500 ആയിരിക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം Hot 12 Play എന്ന് എഴുതിയത് കാണാം. 6000 mAh കപ്പാസിറ്റി ബാറ്ററി, 6.82 inches ഡിസ്പ്ലേ ആണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ 90 Hz സ്മൂത്ത് ഡിസ്പ്ലേ എന്ന് എഴുതി കാണാം. അപ്പോൾ 90 Hz റിഫ്രഷ് റേറ്റ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പൊതുവേ വരാത്തൊരു ഫീച്ചറാണ്, പക്ഷേ നമുക്കിവിടെ 90 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ ബാക്കി ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്, 6000 mAh കപ്പാസിറ്റി ബാറ്ററി, 4+3 GB വെർച്വൽ റാം ആണ് വരുന്നത്, USB Type-C പോർട്ട്, യൂണിസോക്കറ്റ് T610 പ്രോസസ്സറാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറന്നിട്ട് ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. അതിനൊപ്പം തന്നെ ഫോണിൻ്റെ ഡീറ്റെയിൽസും പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ 2 സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ഇതൊന്ന് നമ്മൾ പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം Hot 12 Play എന്ന് എഴുതിയതാണ്. 90 Hz റിഫ്രഷ് റേറ്റാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പൊതുവെ വരാത്തൊരു ഫീച്ചറാണ് 90 Hz റിഫ്രഷ് റേറ്റ്. പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ, ഈ 2 ആസ്പെക്റ്റാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പോൾ ഇൻഫിനിക്സ് 2 ഫീച്ചറാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് കാണാം അപ് ടു 7 GB റാമാണ് വരുന്നത്, അതായത് നമുക്ക് വെർച്വൽ റാമാണ്, 4+3 GB റാം എക്സ്പാൻഡബിൾ റാമാണ്. അപ്പോൾ ഇതാണ് ഡിവൈസ്. ഇത് 4 കളറിലാണ് അവൈലബിൾ, ബ്ലൂ, ബ്ലാക്ക്, പിന്നെ എനിക്കൊന്ന് സിൽവർ കളറ്, ഗ്രീൻ കളർ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു കേസാണ് വരുന്നത്. നല്ല ഒരു TPU കേസ് കണ്ടില്ലേ, ഇൻഫിനിക്സ് എന്താ പറയുക ഫ്യൂച്ചർ നൗ എന്ന് എഴുതിയ ഒരു കേസ് കാണാം. പിന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്, ക്യാമറയ്ക്കുള്ള കട്ടും കാണാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതിൽ ഇൻഫിനിക്സിൻ്റെ യൂസർ മാനുവലാണ്. ഇതിൽ ട്രിപ്പിൾ സ്ലോട്ടാണ് ആക്ച്വലി വരുന്നത്. 2 സിം കാർഡ് സ്ലോട്ടും ഒരു SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡറാണ്. അപ്പോൾ ഇത്രയാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ് കേബിളാണ്, Type-C പോർട്ട് കാണാം. പിന്നെ സിം ഇജക്റ്റർ പിൻ കാണാം. പിന്നെ ഒരു 10 watt അഡാപ്റ്ററാണ് വരുന്നത്. ഇതിനകത്ത് 10 watt ആണ് വരുന്നത്, 5 volt 2 ampere 10 watt സ്റ്റാൻഡേർഡ് ചാർജിങ് ഇൻക്ലൂഡറുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ലാർജ് ഡിസ്പ്ലേ ആണ്. നമുക്ക് കാണാം ഇതൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. പിന്നെ ബെസിൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു മിനിമലിസ്റ്റിക് ബെസിൽസാണ്. താഴത്തെ ചിന് കുറച്ചധികം ഉണ്ടെങ്കിലും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 9000 രൂപയ്ക്ക് താഴെയുള്ള ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ നല്ലൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ ആസ്പെക്റ്റിലേക്ക് പോകാം. നല്ലൊരു ഗുഡ് ലുക്കിംഗ് ബാക്ക് പാനലാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. 2 ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ലൈൻസ് ആണ്, ഇവിടെ തിക്കർ ലൈൻസ് ആണ്, ഇവിടെ കുറേ കൂടെ സ്ലിമ്മർ ലൈൻസ് ആണ്. 2 ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് വരുന്നത്. നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിവൈസാണ്. ഇവിടെ 13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു ക്വാഡ് LED ഫ്ലാഷും ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. നല്ലൊരു ഫിനിഷാണ്, വളരെ സ്മൂത്ത് ഫിനിഷാണ് ബാക്ക് പാനലിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ ഹാൻഡ് ഫീൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് സൈഡ്സിൽ നോക്കുകയാണെങ്കിൽ പവർ ആൻഡ് വോളിയം കീസാണ് സൈഡിൽ വരുന്നത്. താഴത്ത് USB Type-C പോർട്ടും എന്താ പറയുക 3.5 mm ഓഡിയോ ജാക്കും പിന്നെ സ്പീക്കർ യൂണിറ്റുമാണ്. DTS സപ്പോർട്ട് ചെയ്യുന്നതാണ്. മൂൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. സിം ട്രേയിൽ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡറാണ്. അപ്പോൾ നല്ലൊരു ആസ്പെക്റ്റാണ്. നമുക്ക് മൈക്രോ SD കാർഡ് എക്സ്പാൻഡും ചെയ്യാം, 2 സിം കാർഡ് അറ്റ് ദ സെയിം ടൈം യൂസും ചെയ്യാം. നല്ലൊരു ഇൻഹാൻഡ് ഫീലുണ്ട്, നല്ല സ്മൂത്ത് ഫിനിഷാണ്. അതേപോലെ മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊരു ഗ്ലോസി ഫിനിഷാണ്, എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഡിവൈസ് ലാർജ് ആയതുകൊണ്ട് കുറച്ചൊരു ബൾക്കിയാണ്. 6000 mAh കപ്പാസിറ്റി ബാറ്ററി, ലാർജ് ഡിസ്പ്ലേ ഉണ്ടാവുന്നത് തന്നെ കുറച്ച് ബൾക്കിയാണ്, എങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡിവൈസായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് പഞ്ച് ഹോൾ സെൽഫി ക്യാമറ, അതേപോലെ 90 Hz റിഫ്രഷ് റേറ്റുമാണ് വരുന്നത്. അത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പ്രോബ്ലി അധികം ഫോൺസിനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് 90 Hz റിഫ്രഷ് റേറ്റ് ഒന്ന് നോക്കാം. ഡിസ്പ്ലേ ബ്രൈറ്റ്നസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 90 ഉണ്ട്, 60 Hz ഉണ്ട്. അതേപോലെ ഓട്ടോ സ്വിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാവുന്ന ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. നല്ല ടച്ച് റെസ്പോൺസാണ്. അതേപോലെ
പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നല്ലൊരു ടച്ച് റെസ്പോൺസാണ് ഇതിനകത്ത് വരുന്നത്. നല്ല സ്മൂത്താണ്, 90 ഹെർട്സ് ഉണ്ടാവുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത്. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, ഡെഫിനറ്റ്ലി പറയാം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. ഇൻഫാക്ട് 20,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് വരെ പഞ്ച് ഹോൾ വാട്ടർ ഡ്രോപ്പ് നോച്ചൊക്കെ വരുമ്പോൾ ഇവിടെ നമുക്ക് 9,000 രൂപയ്ക്ക് താഴെയുള്ള ഡിവൈസിൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്കിവിടെ XOS ആണ് വരുന്നത്. XOS ഇൻഫിനിക്സിൻ്റെ ഒരു കസ്റ്റം OS ആണ്. നമുക്ക് ജസ്റ്റ് സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എടുക്കാം. ഇവിടെ ഇല്ലേ Hot 12 Play, ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. നമുക്ക് 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ, 13 മെഗാ പിക്സൽ ഡ്യുവൽ റിയർ ക്യാമറയാണ്. ഒക്ടോകോർ പ്രോസസ്സറാണ് ഇത്. യൂണിസോക്കിൻ്റെ T610 ഒക്ടോകോർ പ്രോസസ്സറാണ്. ഈ പ്രോസസ്സറിൻ്റെ ഗുണം എന്താ വെച്ചാൽ ആക്ച്വലി നല്ലൊരു ബഡ്ജറ്റ് ചിപ്പ് സെറ്റാണെന്ന് പറയാം ഒക്ടോകോർ പ്രോസസ്സർ. ഈ ഹീലിയോ G35 എന്തുകൊണ്ട് നല്ലൊരു പ്രോസസ്സറാണ് യൂണിസോക്കിൻ്റെ T610. ഓൾമോസ്റ്റ് 2 lakh അടുത്ത് വരെ ഇതിന് ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഉണ്ട്. നല്ലൊരു പ്രോസസ്സറാണ് ഇത്. സ്നാപ്ഡ്രാഗൺ 665 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു പ്രോസസ്സറാണ്. നല്ലൊരു പെർഫോമിംഗ് പ്രോസസ്സറാണ്. ഇവിടെ നമുക്ക് 4 GB റാമും അഡീഷണൽ മെമ്മറി ഫ്യൂഷനിലൂടെ, അതായത് നമുക്ക് മെമ്മറി വെർച്വൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്തിട്ട് അറൗണ്ട് 3 GB അഡീഷണൽ മെമ്മറി നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഫീച്ചറും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6000 mAh കപ്പാസിറ്റി ബാറ്ററി, HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ XOS 10ൽ നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. AI അസിസ്റ്റൻറ്റ്, പവർ മാരത്തോൺ, XOS ലാബ് ഫംഗ്ഷനാലിറ്റി, സ്പെഷ്യൽ ഫംഗ്ഷൻസിൽ സ്മാർട്ട് പാനൽ, സോഷ്യൽ ടർബോ, ഗെയിം മോഡ്, വീഡിയോ അസിസ്റ്റൻറ്റ്, മെം ഫംഗ്ഷൻ, ഇൻക്രീസ് മെമ്മറി കണ്ടില്ലേ, സെറ്റ് വെർച്വൽ റാം, നമുക്ക് അപ് ടു 3 GB വരെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ UI നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഒരുപാട് ബ്ലോട്ട് വെയർസ് ഇൻക്ലൂഡഡ് ആണ്. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് അഡീഷണൽ ബ്ലോട്ട് വെയർസ് ഉണ്ട്. ഇത് ഇൻഫിനിക്സിൻ്റെ മാത്രമായൊരു പ്രോബ്ലം അല്ല. ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് ഫോൺസിൽ ബ്ലോട്ട് വെയർസ് ഒരുപാട് അധികമായിട്ട് വരാറ്. ഇൻഫിനിക്സ് മാത്രമല്ല, പക്ഷേ ഇൻഫിനിക്സിലും അതേ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കുറച്ചധികം ബ്ലോട്ട് വെയർസ് ഉണ്ട്. എങ്കിലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. ബ്ലോട്ട് വെയർസ് നമുക്ക് അൺഇൻസ്റ്റാൾ വേണമെങ്കിൽ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ആൻഡ്രോയിഡ് 12 ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് 12 ഉള്ള ഫോൺസൊന്നും കാര്യമായി വരാറില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. നമുക്ക് കിട്ടുന്നത് ഒരു 13 മെഗാ പിക്സൽ ക്യാമറയാണ്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്, 13 മെഗാ പിക്സൽ. പിന്നെ ഫ്രണ്ട് ക്യാമറയാണ് 8 മെഗാ പിക്സൽ ക്യാമറയാണ്. പൊതുവേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 5 മെഗാ പിക്സലാണ് വരുന്നത്. ഇവിടെ നമുക്ക് 8 മെഗാ പിക്സൽ വരുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് 1080p റെസൊല്യൂഷൻ ഉണ്ട്. അത് ഈവൻ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ 1080p റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നല്ലൊരു ആസ്പെക്റ്റ്. പിന്നെ അഡീഷണൽ AI ക്യാം, ബ്യൂട്ടി മോഡ്, പോർട്രേറ്റ് മോഡ്, അങ്ങനെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറേൻ്റെ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. ഇതെല്ലാം ഇൻഫിനിക്സ് Hot 12 Play എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറ എന്ന് പറയാൻ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നല്ല ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പൊതുവെ ഇൻഫിനിക്സിൻ്റെ ക്യാമറ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് തരാറ്. അപ്പോൾ ഇവിടെയും നമുക്ക് അതേപോലെ ഒരു എബോവ് ആവറേജ് ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 10 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ 10 watt ചാർജിങ് എന്ന് പറഞ്ഞാൽ അത്ര ഫാസ്റ്റ് അല്ല, ഒബ്വിയസ്ലി കുറച്ച് ടൈം എടുക്കും. ഒരു 2.5-3 മണിക്കൂറൊക്കെ എടുക്കും ഈ ചാർജ് ചെയ്യാൻ. എങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കുഴപ്പമില്ല. USB Type-C ചാർജിങ് പോർട്ട് ഉള്ളത് നല്ലൊരു ആസ്പെക്റ്റ്, കാരണം മൈക്രോ USB പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ 6000 mAh കപ്പാസിറ്റി ബാറ്ററി, HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ നമുക്ക് ഡെഫിനറ്റ്ലായി 2 ദിവസം കിട്ടുന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. കാരണം അത്രയധികം പവർ കൺസപ്ഷനിൽ, പിന്നെ അത് മാത്രമല്ല കുറച്ചൊക്കെ എഫിഷ്യൻ്റായ ഒരു പ്രോസസ്സറും കൂടിയാണ്, കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പെർഫോമൻസും അതേപോലെ ബാറ്ററി ലൈഫും നമുക്ക് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇനീഷ്യൽ യൂസ് തന്നെ നമുക്ക് ലാഗ്സോ ഇഷ്യൂസോ ഒന്നും തന്നെ തോന്നില്ല, വളരെ സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സിൻ്റെ Hot 12 Play. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല, അറൗണ്ട് 8500 to 9000 ആ കാറ്റഗറിയിൽ ആവാനാണ് ചാൻസ്. 9000 താഴെ ആയിരിക്കും എന്നുള്ള കൺഫേംഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ടൈറ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഡിവൈസായിട്ട് എനിക്ക് തോന്നിയത് ഇൻഫിനിക്സ് Hot 12 Play. അപ്പോൾ ഇത് നിങ്ങളൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു ഡിവൈസ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം 1-2 മെയിൻ ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് 90 Hz റിഫ്രഷ് റേറ്റ്, പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് ഉണ്ട്. പ്രോസസ്സിങ് എബിലിറ്റീസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഇൻക്ലൂഡഡ് ആണ്. പൊതുവെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ മിസ്സാവാറുണ്ട്. അപ്പോൾ ഇവിടെ അതും പ്രോബ്ലം ഇല്ല. അപ്പോൾ എല്ലാം കൂടി തന്നെ നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇൻഫിനിക്സ് Hot 12 Play. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് Hot 12 Playൻ്റെ
അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.